അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ശരിക്കുള്ള പേര് ജുന്ദുബ് ബിൻ ജുനാദ എന്നാണ്. ദർ എന്ന് പറഞ്ഞ ഉറുമ്പ് എന്ന് ഒരർത്ഥമുണ്ട്. അബൂ ദർ എന്ന് പറഞ്ഞ ഉറുമ്പിന്റെ ഉപ്പാന്നാ. എല്ലാ ദിവസവും രാവിലെ ഉറുമ്പിന് മധുരം ഇട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് മഹാനവറുകൾക്ക്. അങ്ങനെയാണ് ആ പേര് വന്നതെന്ന് അൽ ഫവായിദുൽ മുഖ്താർ എന്ന കിതാബിൽ ഉണ്ട്. സഹാബിമാർക്ക് പലർക്കും അങ്ങനെ പേരുണ്ടല്ലോ. അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്നാണ് ശരിക്ക് പേര്. പക്ഷെ നമ്മൾ വിളിക്കല് അബൂ ഹുറൈറ എന്നാണ്. പൂച്ചന്റെ ഉപ്പാന്ന്. പൂച്ചനെ താലോലിക്കും, പൂച്ചനെ ഷോൾഡറിൽ ഇരുത്തും, മടിയിലിരുത്തും. അങ്ങനെ പൂച്ചയോട് വലിയ സ്നേഹമാണ്. അലി റളിയല്ലാഹുവിന്റെ വീട്ടിൽ പൂച്ചയുണ്ട്. ആയിഷ ബീവിക്ക് സ്വന്തമായി പൂച്ച ഉണ്ട്. മുല്ല അലിയുൽ ഖാരിക്ക് അൽ ബിർറ ഫി ഹുബ്ബിൽ ഹിറ എന്ന് പറഞ്ഞിട്ടൊരു കിതാബിനുണ്ട് പൂച്ചനെ കുറിച്ച്. മർജാല ശാസ്ത്രം എന്ന പേരിൽ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ഉസ്താദിനുണ്ട് മലയാളത്തിൽ ഈ വിഷയത്തിൽ ഒരു കൃതി. പൂച്ചക്ക് പരിഗണന നൽകിയത് കൊണ്ട് രക്ഷപ്പെട്ട മഹാന്മാരുടെ ചരിത്രം ഹയാത്തുൽ ഹയവാനിൽ കാണാം. നമ്മളെ കുറിച്ച് ജീവികൾ നല്ല അഭിപ്രായം പറയണം. നമ്മുടെ കൂടെ കുറെ കാലം ഉണ്ടായ പൂച്ചക്ക് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവണം. അള്ളാന്റെ അടുത്ത് എത്തിയാലേ ഈ പൂച്ചയും പറയണം നമ്മളെ കുറിച്ച് നല്ല വർത്താനം. അള്ളാഹുവേ, ഈ മറയത്തുണ്ടല്ലോ ഈ സൈനത്തെ എപ്പം മുള്ളു മാത്രമല്ല തരത്തെ, ഇടക്ക് പൊരിച്ചിയും തരാറുണ്ട് എന്നും പൂച്ചക്കൊരു കമന്റ് ഉണ്ടാവണം. എല്ലാവരെ കുറിച്ചും നമ്മൾ നല്ലത് പറയണം എന്നതോടൊപ്പം തന്നെ എല്ലാവരും നമ്മളെ കുറിച്ചും നല്ല പറയണം. മനുഷ്യന്മാര് മാത്രമല്ല, മനുഷ്യേതര ജീവികൾ. ആ അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബ്ഇൻ. എൻ്റെ ഇഷ്ടക്കാരനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് 7 ഉപദേശങ്ങൾ തന്നു. എന്നോട് 7 കാര്യങ്ങൾ കൽപ്പിച്ചു. പരസ്പരം ഉപദേശിക്കുക എന്ന് പറയുന്നത് ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ അടയാളാണ്. ഒരാള് നല്ല കൂട്ടുകാരനാണെങ്കിൽ അയാളുടെ തെറ്റ് തിരുത്തി കൊടുക്കണം. തെറ്റ് അംഗീകരിച്ചാൽ നമ്മൾ കൂടി കുറ്റക്കാരാവും. ഒരു നാട്ടിലെ 70 പണ്ഡിതന്മാരെ അള്ളാഹു നശിപ്പിക്കാൻ അല്ല, ഒരു നാട്ടിലെ 70,000 പണ്ഡിതന്മാരെ അള്ളാഹു ശിക്ഷ ഇറക്കി നശിപ്പിച്ചതിന്റെ കാരണം ഇമാം ഹദ്ദാദ് റഹിമഹുല്ല പറയുന്നുണ്ട്, അവര് നിസ്കരിക്കാത്തോണ്ടോ നോമ്പെടുക്കാത്തോണ്ടോ അല്ല, ആ നാട്ടിൽ നടക്കുന്ന തെറ്റ് അവരെ എതിർത്തിട്ടില്ല. അപ്പൊ നമ്മളെ കൂട്ടുകാര് തെറ്റ് ചെയ്യുന്നു, നമ്മൾ അത് എതിർക്കണില്ലെങ്കിൽ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെടാൻ അത് കാരണമാകുമെന്ന് ഈമാൻ എന്ന ഹദീസിനെ വിശദീകരിച്ച് ഇബ്നു ഹജർ തങ്ങളുടെ അൽ ഫത്ഹുൽ മുബീൻ അഥവാ 40 നവവിയുടെ വ്യാഖ്യാനത്തിൽ കാണാം. പുതിയ കാലത്തൊരു ട്രെൻഡ് അങ്ങനെയാണ്. കുടുംബക്കാര് തെറ്റ് ചെയ്യുന്നത് ഉപ്പാക്കറിയാം. എൻഗേജ്മെന്റിന്റെ പേരിൽ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങിന്റെ പേരിൽ വൃത്തികേട് നടക്കുന്നത് വാപ്പക്കും ഉമ്മാക്കും അറിയാം. കല്യാണത്തിന്റെ പേരിൽ, ഫെസ്റ്റിന്റെ പേരിൽ, സെന്റ് ഓഫിന്റെ പേരിൽ, ആർട്സ് ഫെസ്റ്റിന്റെ പേരിൽ, ന്യൂ ഇയറിന്റെ പേരിൽ ഈ ഉപ്പാക്കും ഉമ്മാക്കും ഒരു കൂസലില്ലെങ്കിൽ ഈ ഉപ്പക്കും ഉമ്മക്കും ഇസ്ലാം ഇടുന്ന പേരെന്താണെന്നറിയോ? ദയ്യൂസ് എന്നാണ്. ഈ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം സ്വന്തം കുടുംബക്കാര് തെറ്റ് ചെയ്യുമ്പോൾ ഒരു കൂസലുമില്ലാത്ത ഉപ്പയും ഉമ്മയും, ഓ മുടി എങ്ങനെ മുറിച്ചാലെന്താ, ഓള് ഡ്രസ്സ് എങ്ങനെ ഇട്ടാലെന്താ, ഈ ഉപ്പക്കുമ്മക്കും സ്വർഗം ഹറാമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. കുടുംബക്കാര് തെറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, അത് അംഗീകരിക്കുക, അത് നമ്മൾ അറിയുക എന്ന് പറയുന്നത് കടുത്ത ഹറാമും വൻദോഷമാണ്. അത് നമ്മളിൽ നിന്നുണ്ടാവരുത്. നമ്മൾ ഒരു ഉപദേശം നൽകിയാൽ ആ ഉപദേശം കൊണ്ട് ഫലമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അബൂജഹൽ മുസ്ലിം ആവൂല എന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ? അറിയാം. പിന്നെന്തിനാ നബി തങ്ങൾ അങ്ങോട്ടേക്ക് ദഅവത്തിന് അയച്ചത്? ദാഇ ആലോചിക്കേണ്ടത് റിസൾട്ട് അല്ല, നമുക്ക് കൂലി ഉണ്ടാവാൻ നമ്മൾ ദഅവത്ത് നടത്തണം. ആ പയ്യന്മാരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഉസ്താദേ എന്നതുകൊണ്ട് പറയാതിരിക്കണോ വേണ്ടത്? അല്ല, നമ്മളെ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണം.
ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിലും അൽ അദ്കാറിലൊക്കെ വിശദീകരിക്കുന്നു. അതാണ് മൻ റആ മിൻകും മുൻകറൻ. ശരീഅത്ത് ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ അത് നീ കണ്ടാൽ എന്നല്ല, അറിഞ്ഞാൽ, കാണട്ടെ കാണാതിരിക്കട്ടെ, എങ്കിൽ ആ തെറ്റ് നീ എതിർക്കണം. അപ്പൊ നിനക്ക് ബലമായ സംശയമല്ല, അറിവ് തന്നെ കിട്ടി. നിന്റെ അനുജൻ ഫോണിൽ ഹറാമ് കാണുന്നുണ്ട്, പലപ്പോഴും റൂം അടച്ചിട്ട് അവൻ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ ആ തെറ്റ് നമ്മൾ എതിർക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഒരാള് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ അയാളുടെ നിസ്കാരം തെറ്റാണ്, അതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. അത് പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നമ്മൾ കൂടി കുറ്റക്കാരാവും. പറഞ്ഞു കൊടുക്കുന്നത് കുറച്ച് സോഫ്റ്റായി പറഞ്ഞു കൊടുത്താൽ മതി, കടുപ്പത്തിലാക്കരുത്, അത്രയേ ഉള്ളൂ. അവനവന്റെ ലോകത്ത് പോയിട്ട് ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന വാദം ഒരു നിലക്കും ഇസ്ലാമിൽ അംഗീകൃതം അല്ല. നമുക്ക് അല്ലാഹു തന്ന ദീൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അപ്പൊ ഉപദേശിക്കണം. നമ്മുടെ കൂടെ കൂടിയ ഒരാൾക്ക് നമ്മളോടുള്ള സഹവാസം കൊണ്ട് തഖ്വ വർദ്ധിക്കുകയല്ലാതെ തഖ്വ കുറയാൻ പാടില്ല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. അയാളുടെ കൂടെ കൂടിയാൽ കുറെ കീല കിട്ടും. കീല മൂപ്പരുടെ മാസ്റ്റർ പീസ് അദ്റ ഇമാമും അസ്നവി ഇമാമും ഒക്കെ ആയിരിക്കും. മൂപ്പരുടെ കൂടെ കൂടിയാൽ കുറെ കീല കിട്ടും. എന്തിനാ പിന്നെ കാല? മഹാനായ ഇമാം ഷഹറാനി തങ്ങൾ പറയാ, നമ്മുടെ കൂടെ കൂടിയ ആൾക്ക് ഒരു കറാഹത്തിനെയും ഖിലാഫുൽ ഔലിയെയും നമ്മളുടെ ഇടപെടൽ കൊണ്ട് ഹറാമാണെന്ന ഫീലിംഗ് ആണ് അയാൾക്ക് എടുക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ ഫുൾ സ്ലീവ് ഷർട്ട് മടക്കിയിട്ട് നിസ്കരിക്കൽ കറാഹത്താണ്. നമ്മളെ കൂട്ടുകാരൻ അങ്ങനെ നിസ്കരിച്ചിട്ട് വരുമ്പോ, എന്താണ് നീ ഇതെന്ന് ആരാ അടിക്കാനായിട്ട് പോയതാ, ഇതെന്താ കൈയൊക്കെ കയറ്റിട്ട് നിസ്കരിച്ചിട്ടില്ലേ വരുന്നത്? നമ്മളെ വർത്താനത്തിൽ അതെന്തോ നിസ്കാരം ബാത്തിലാണ് കാര്യം പോലെ തോന്നിപ്പിക്കണം. അങ്ങനെ പറയരുത്, തോന്നിപ്പിക്കണം. അല്ലാതെ കറാത്തേ ഉള്ളൂ, ഇമാമിന് മുഖ്താറായ ഒരു കൗലുണ്ട് എന്നൊന്നല്ല ഭാര്യനോട് പറയേണ്ടത്. നമ്മുടെ കൂടെ കൂടിയാൾക്ക് തഖ്വ വർദ്ധിക്കുന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും ഇടപെടേണ്ടത്. അൽ അൻവാർ ഫി ആദാബി സുഹ്ബത്തിൽ അഖ്യാർ എന്ന കിതാബ് ആ വിഷയത്തിൽ ഉള്ള ഗ്രന്ഥമാണ്. അപ്പൊ പരസ്പരം ഉപദേശിക്കുക, അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു നന്മയാണ്. സൂറത്തു സആദ എന്ന പേരിലാണ് സൂറത്തുൽ അസ്ർ അറിയപ്പെടുന്നത്. വിജയികളുടെ സൂറത്ത്. വൽ അസ്ർ, സമയം തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അധിക മനുഷ്യന്മാരും പരാജിതരാണ്. ശേഷം പറയുന്നവർ ഒഴികെ എന്നതുകൊണ്ടാണ്. ആരാണ് ഈ വിജയിച്ചവർ? വതവാസൗ ബിൽ ഹഖ്, നന്മ പരസ്പരം ഉപദേശിക്കുന്നവർ. ജ്യേഷ്ഠൻ അനുജനോട് പറയണം, എന്താണ് നീ ഇങ്ങനെ സുന്നത്തെ മാത്തിന്റെ പ്രവർത്തകനാന്ന് പറഞ്ഞിട്ട് നീ എന്താ സുബീക്ക് എണീക്കാത്തത്? ഇതാരും അങ്ങോട്ടും ഇങ്ങോട്ടും വാതിൽ മുട്ടൂല, സുബീക്ക് എണീക്കൂല. ഇതെന്തൊരു കഥ എന്ന് പറയണത്? ഇതാണോ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ? അല്ല. നീ നരകത്തിൽ പോകരുതെന്ന് നീ ആഗ്രഹിക്കുന്നത് പോലെ ആരും നരകത്തിൽ പോകരുത് എന്ന് വിചാരിക്കുമ്പോൾ തക്കുൻ മുസ്ലിമാ, നീ ഒറിജിനൽ മുസ്ലിമാവും. അതല്ലേ നമ്മളാവേണ്ടത്. നീ ഒറിജിനൽ മുഅ്മിനാകും, അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പൊ പരസ്പരം ഉപദേശിക്കണം. ഉപദേശിക്കുന്നവരോട് വെറുപ്പുണ്ടാവുന്നത് ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ ഇറങ്ങാനും ഒരുപക്ഷെ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെടാനും മോശം മരണം ഉണ്ടാവാനും കാരണമാവുന്ന ഒരു തെറ്റാണ്. ഉദാഹരണത്തിന് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സതെ വെള്ളി മോതിരിടൽ സുന്നത്താണല്ലോ, ഉസ്താദിന് ഇട്ടൂടെ എന്ന് പറഞ്ഞു. ആ വെള്ളി മോതിരം അയാൾ ഉപദേശിച്ചുകൊണ്ട് ഞാൻ ഇട്ടില്ല എന്നതുകൊണ്ട് ഞാൻ നരകത്തിൽ പോകുന്നോ നമ്മൾ നരകത്തിൽ പോകുന്നോന്നോ വിലയിരുത്താനൊന്നും വകുപ്പില്ല. കാരണം അതൊരു സുന്നത്താണ്. പക്ഷെ അയാളോട് നമ്മൾ തിരിച്ച് പറയണത് എന്ത് സുന്നത്ത്? അങ്ങനെ എല്ലാ സുന്നത്തും എല്ലാവർക്കും എടുക്കാൻ കഴിയും? എന്താ പറയണത്? നീ എല്ലാ സുന്നത്ത് കൊടുക്കല്ലോ എന്ന് അയാളോട് തിരിച്ച് ചൂടാവുന്ന തരത്തിലോ അയാളെ പരിഹസിക്കുന്ന തരത്തിലോ ഇടപെട്ടാൽ അതൊരു അപകടം. വെള്ളിമോതിരം ഇടട്ടെ ഇടാതിരിക്കട്ടെ,
അയാളെ ഉപദേശിച്ചതിന്റെ പേരിൽ ട്രോളുക എന്ന യൂട്യൂബ് കമന്റിന്റെ പണി നമ്മൾ എടുത്താൽ അത് പ്രശ്നമാണ്. അവസാന കാലാവുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകൾ വർദ്ധിച്ചു വരും. പലർക്കും അത് അറിയില്ല. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന മുർത്തദ്ദ എന്ന വാക്കാണ്. പലർക്കും രിദ്ദത്തിന്റെ വാക്കാന്നല്ല, അത് തെറ്റാന്ന് തന്നെ പലർക്കും അറിയില്ല. അങ്ങനെ നമുക്കൊരിക്കലും സംഭവിച്ചുകൂടാ. അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കിബർ എന്ന് പറയുന്ന മഹാരോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ട്യൂമറും ക്യാൻസറൊക്കെ വന്നാലും മരിക്കേ ചെയ്യാം. വേറെന്താ സംഭവിക്കുക? മരിക്കും. കൂടിപ്പോയാൽ ലാസ്റ്റ് സ്റ്റേജിൽ മരിക്കും, അല്ലേ? അതെ. എന്നാൽ ക്യാൻസർ വന്നാൽ മരിക്കും എന്നാണെങ്കിൽ കിബർ വന്നാൽ എന്താ? അവര് ചത്തുപോകും. അവന്റെ ഹൃദയം അങ്ങ് മരിച്ചു. അങ്ങനെ ആയാൽ കിബർ എന്ന് പറയുന്ന രോഗത്തിന്റെ കാരണം കൊണ്ട് അയാൾക്ക് ഈമാൻ തന്നെ നഷ്ടപ്പെടുന്ന, ഈമാൻ ഇല്ലാതെ മരിച്ചു പോകുന്ന 8 തെറ്റുകുറ്റങ്ങളെ വളരെ ഗഹനമായി വിശദീകരിക്കുന്നുണ്ട് ദഖീറത്തുൽ ഖൈർ എന്ന കിതാബിൽ. അതിൽ ഒരു തെറ്റ് പറയണത് അൽ കിബ്റു, കിബർ എന്ന രോഗം. 80,000 കൊല്ലം ഇബ്ലീസിന് ഇബാദത്ത് ഉണ്ടായിരുന്നു. അത് മുഴുവൻ ബാത്തിലായതും നഷ്ടപ്പെട്ടതും കാലാകാലം ശപിക്കപ്പെട്ടവനായി വിലയിരുത്തപ്പെടുന്നതും കിബർ എന്ന രോഗം കൊണ്ടാണ്. കിബറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അണുമണി തൂക്കം കിബറിന്റെ ഒരംശം ഒരാളുടെ ഖൽബിൽ ഉണ്ടെങ്കിൽ മിസ്കാല ദർറത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണിയുടെ അത്ര കിബർ ഒരാളുടെ ഖൽബിൽ ഉണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലെത്തൂലെന്ന് സ്വർഗ്ഗം ഉണ്ടെന്ന് പഠിപ്പിച്ച മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓരോരുത്തരും പേടിക്കേണ്ടതാണ്, നമുക്ക് കിബറുണ്ടോ എന്ന്. മഹാന്മാരൊക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരു രോഗം കൂടിയാണ്. അവർക്ക് കിബർ ഇല്ല, എന്നിട്ടും അവര് പേടിക്കുകയാണ്. അവര് താഴ്മയുടെ മകുടോദാഹരണങ്ങളാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികവും പറയുന്ന ഒരു വർത്താനാണ്, വദിത്തു അന്നി ശഅറതൻ ഫീ സ്വദരി മുഅ്മിൻ. ഏതെങ്കിലും ഒരു മുഅ്മിന്റെ ഹൃദയത്തിലെ ഒരു രോമമായിരുന്നുവെങ്കിൽ ആ മുഅ്മിനായ മനുഷ്യൻ സ്വർഗത്തിലെത്തുമ്പോ ഈ അബൂബക്കർ ഒന്ന് കഴിച്ചിലാവായിരുന്നു. ആരാ പറയും നോക്കിയേ? ലോകത്തെല്ലാ നന്മകളും മേളിച്ച ഔലിയാക്കളുടെ ലീഡറാണ് ഈ പറയണത്. ലോകത്ത് 360 നന്മയുണ്ട്. ഏതെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ സിദ്ദീഖങ്ങളുടെ ചോദ്യത്തിന്റെ താഴ്മ കണ്ടില്ലേ? അഫിയ ഖസ്ലത്തുൻ വാഹിദ, ഈ അബൂബക്കറിന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാൻ ഒന്നെങ്കിലും ഉണ്ടോ നബിയേ? മോനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ലല്ലോ. മോനിക്ക് 360 ഉണ്ട് എന്ന് ആ സിദ്ദീഖങ്ങളാ പറയണത്. ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ നെഞ്ചിലെ ഒരു രോമായിരുന്നുവെങ്കിൽ ഈ അബൂബക്കർ ഒന്ന് രക്ഷപ്പെടാമായിരുന്നു. ഇതാണ് ഒറിജിനൽ മുഅ്മിനീങ്ങളുടെ ഖൽബ്. അവര് താണ് അവർ താവേണ്ടടുത്ത് അവരുടെ ഹൃദയം ശുദ്ധിയാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഉമർ റളിയല്ലാഹുവിന്റെ വർത്താനം എന്താ? വദിത്തു അന്നി ശഅറതൻ ഫീ സ്വദരി അബീബക്കർ, അബൂബക്കർ തങ്ങളെ നെഞ്ചിലെ ഒരു രോമായിരുന്നുവെങ്കിൽ സിദ്ദീഖങ്ങൾ എന്തായാലും സ്വർഗത്തിൽ പോകുമ്പോ ഉമർ ഒന്ന് കഴിച്ചിലാവുമായിരുന്നു എന്നാണ് ഉമർ തങ്ങൾ പറയണത്. വഫാത്തിന്റെ നേരത്ത് ശത്രുവിന്റെ കുത്തേറ്റ് സുബഹി നിസ്കാരത്തിനിടയിൽ മറിഞ്ഞു വീണ് ബ്ലഡ് ഒളിച്ച് കുടിക്കാൻ കൊടുക്കുന്ന പാല് കുത്തേറ്റ സ്ഥലത്തെ ദ്വാരത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുമ്പോഴും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിചാരം എന്തായിരുന്നു? മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോനെന്ന് ഹുദൈഫത്തുൽ യമാനിയെ വിളിക്കണം. ഹുദൈഫ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് കുറെ രഹസ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സ്വഹാബിയായി ചമന്ന് നടക്കുന്ന, സ്വഹാബിയാണെന്ന വ്യാജേന നടക്കുന്ന കുറെ മുനാഫിഖീങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞതായി എനിക്ക് റിപ്പോർട്ടുണ്ട്. ഉണ്ടല്ലോ, ആ ലിസ്റ്റ് നിങ്ങളുടെ അടുത്തില്ലേ? ഉണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കുമോ? അതെന്തിനാ നിങ്ങൾ വഫാത്താവുമ്പോൾ ഇവിടെ ആരൊക്കെ മുനാഫിഖീങ്ങൾ ഉണ്ട് നോക്കുന്നു? ആരെങ്കിലും മുനാഫിഖാണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഉമർ ഇബ്നുൽ ഖത്താബ് മുനാഫിഖായി പോയിട്ടുണ്ടോ എന്ന് ആ ലിസ്റ്റ് ചെക്ക് ചെയ്യാവോ? പൊട്ടി കരഞ്ഞുപോയി ഹുദൈഫ തങ്ങൾ. എന്താ ഉമർ തങ്ങളെ ഈ പറയണത്?
നിങ്ങളല്ലേ ഈമാനിന്റെ പടവാൾ. നിങ്ങൾ പ്രവേശിച്ച ഒരു സ്ഥലത്ത് പിശാചിന് എൻട്രി ഉണ്ടോ? സിറാജു അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ വിളക്കുമാടമല്ലേ നിങ്ങൾ? എന്താ പറയണത്? ഇല്ല. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു എന്താ പ്രതികരിക്കുന്നറിയോ? ഹദ്ദിദിന്നറയാ ഹുദൈഫ, ഹുദൈഫ ശരിക്കൊന്ന് നോക്കൂ, അഥവാ ഞാനുണ്ടെങ്കിലോ. നമ്മളൊക്കെ ആലോചിക്കേണ്ടതാ, ഞാൻ ഫോട്ടോന്റെ ആളാവുന്നുണ്ടോ? ഞാൻ ഉസ്താദ്മാരുടെ മുമ്പിൽ വലിയ ആളാവാൻ കളിക്കുന്നതാണോ? അല്ല ഞാൻ വേറെന്തെങ്കിലും സംഭവമാണോ? എനിക്കൊരു തക്കാഫുല ഏറ്റെടുക്കാൻ കഴിവുള്ളതുകൊണ്ടാണോ ഈ കളിക്കണത് എന്നൊരു തോന്നൽ നമുക്ക് വന്നുപോയാൽ, ശരിക്കും നോക്കുമോനെ ഹുദൈഫ, ഈ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. കിബറിന്റെ ഒരണുമണി തൂക്കം നമ്മുടെ ഖൽബിൽ വന്നു പോകാൻ പാടില്ല. ശരീരത്തിന് എത്ര രോഗം വന്നാലും അള്ളാന്റെ വെറുപ്പുണ്ടാവില്ല, അള്ളാഹ്ക്ക് ഇഷ്ടം കൂടിയേ ചെയ്യുള്ളൂ. അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവുമ്പോഴാണ് രോഗങ്ങളും പരീക്ഷണങ്ങളൊക്കെ കൂടുതൽ തരിക. അശദ്ദുൽ ബലാഗ് ആർക്കാണ്? അമ്പിയാക്കൾക്കാണ്. ഫല്ലംസലു, പിന്നെ അമ്പിയാക്കളോട് ചേർന്ന് നിൽക്കുന്ന ഔലിയാക്കൾക്കാണ്. എന്തെല്ലാം രോഗങ്ങൾ അമ്പിയാക്കൾക്ക് വന്നിട്ടുണ്ട്. ദാരിദ്ര്യം കൊണ്ട് തിന്നാനില്ലാത്തോണ്ട്, പട്ടിണിയിലായതുകൊണ്ട് വഫാത്തായ മഹാന്മാരില്ലേ? തിന്നാനില്ലാത്തോണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് എന്തെല്ലാം രോഗങ്ങൾ വന്നിട്ടുണ്ട്. ഈ തൊലിയുടെയും എല്ലിന്റെയും ഇടയിൽ സഹിക്കാനാവാത്ത വേദന ഉണ്ടായിട്ടുണ്ട് അയ്യൂബ് നബി. കഥാപ്രസംഗത്തിൽ പറയണ പോലെ കുറെ പുണ്ണുകൾ വന്നു, വെറുക്കപ്പെടുന്ന രോഗങ്ങൾ വന്നു എന്നുള്ളത് ശരിയല്ല. അങ്ങനെ ഒരു കഥ അയ്യൂബ് നബിയുടെ പേരിൽ പറയാൻ പാടില്ല. അങ്ങനെ ഒരു നബിക്കും വെറുക്കപ്പെടുന്ന രോഗങ്ങൾ ഉണ്ടാവുകയും ഇല്ല. അയ്യൂബ് നബിയെ കുറിച്ച് അങ്ങനെ പറയുന്ന കഥകൾ മുഴുവനും കെട്ടുകഥകളാണ്, ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്, ഫിക്ഷൻസ് ആണ്, ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ പറയാനും പറ്റൂല. അതെങ്ങനെ ഒരു നബിക്ക് ഉണ്ടാവില്ല? കാര്യമായിട്ട് നബിയെ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഒരാൾ വന്നു. അപ്പൊ അയാൾ പറയാ, എനിക്ക് മണക്കുന്ന നാർന്ന് ഒരു തിരിച്ചു പോവുക. ഇങ്ങനെ ഒരു നബിക്ക് ഉണ്ടാവോ? എങ്ങനെ ഉണ്ടാവാനാ? അതെങ്ങനെ ഉണ്ടാവാനാ? തുഹ്ഫത്തുൽ മുരീദ് അലാ ശർഹി അലാ ജൗഹറത്തുൽ തൗഹീദ്, ഇമാം ബാജൂരിയുടെ ഗ്രന്ഥം. അതുപോലെ ജൗഹറത്തുൽ തൗഹീദിന് സ്വാവി ഇമാം എഴുതിയ വ്യാഖ്യാനം, തുഹ്ഫത്തുൽ മുഹ്താജിന്റെ തുടക്കം, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ച് നോക്കിയാൽ, വിശദമായി നോക്കിയാൽ ഈ കാര്യം ബോധ്യപ്പെടും. എന്റെ വിഷയം അതല്ല. ശരീരത്തിന് എത്ര രോഗം വന്നാലും ആഖിറത്തിൽ കുടുങ്ങാന്ന് പോകുന്നില്ല. കുടുങ്ങോ? ഇല്ല. ആക്സിഡന്റ് ആയി മരിച്ചു എന്നുള്ളത് ആക്കിബത്ത് മോശമായി എന്നുള്ളതിന്റെ അടയാളാണോ? അല്ല. അങ്ങനെ ആര് പറഞ്ഞു? ആര് പറഞ്ഞു അങ്ങനെ? അല്ല. പിന്നെന്താ? നമ്മുടെ ഹൃദയത്തിന് ഒരു രോഗവും വരാൻ പാടില്ല. ഒരു പൊടി രോഗം കൽബിൽ, ഒരു രോഗവും നമുക്ക് വരാൻ പാടില്ല.